രണ്ടിടങ്ങ് വയസ്സുണ്ട്. ഈ കുട്ടികളെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് അതാ വലിയ വലിയ അല്ല വെളുത്ത കുട്ടികൾ അവരുടെ ചിരുതടയും പിന്നെ ഇവരുടെ രണ്ടുപേരുടെ മോനൊക്കെ വരുന്നതിനകത്ത് കഥാപാത്രങ്ങളാണ്. ഈ പിന്നെ എന്താ പറയണ്ടേ, കുട്ടികളുടെ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ 5-6 മാസമായ കുട്ടികളെ കൂടെ കൊണ്ടുവരും. കാരണം അവനെ വീട്ടിലിട്ടിട്ട് അവരുടെ കുടിലുകളിൽ ഇട്ടിട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ ഈ വരമ്പത്ത് ചെറിയ കുഴിയെടുക്കും, പാളമുള്ള കുഴിയെടുക്കും. കുഴിയെടുത്തിട്ട് അതിൽ കിടത്തും. അത് അണിയന്തറ എന്നാണ് അതിൻ്റെ പേര്. ഈ അണിയന്തറയിൽ കിടത്തിയിട്ട് ഇവരിങ്ങനെ പാടും, ഉറക്ക പാടും. പാടുന്നത് കൊയ്ത്തുപാട്ട്. ആദ്യമായിട്ട് ഈ കവിത ഉണ്ടാകുന്ന വയലേലകളിൽ നിന്നാണ്. ഈ കൊയ്ത്തുപാട്ട് ഇങ്ങനെ പാടുന്നത് അവർക്ക് കൂടെ ജോലിക്കൊരു ആയാസം കുറയാൻ, അല്ലെങ്കിൽ ജോലി ഭാരം കുറയ്ക്കുവാനാണ് ഈ പാട്ട് പാടുന്നത്. അങ്ങനെ അധ്വാനിക്കുന്നവരിൽ നിന്നാണ് ഇത്തരം പാട്ടുകൾ ഉണ്ടാകുന്നത്, കവിതയുണ്ടാകുന്നത്, കലയുണ്ടാകുന്നത്. അപ്പോൾ ഇവരുടെ കോരിച്ചൊഴിയുന്ന മഴയത്തും ഈ ഭയങ്കര വെയിലത്തും ഒക്കെ ഈ പിള്ളേർ ഇങ്ങനെ കിടക്കും. ഇവരെ ഈ ഉറുമ്പുകൾ അരിക്കുന്നുണ്ട്. അങ്ങനെ മരണപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ അടുത്ത വരെ പണിയെടുത്ത് തീരുന്നത് വരെ ഇവരിതിനകത്ത് കിടക്കും. അപ്പോൾ പെട്ടെന്ന് ഈ കുട്ടികളെ പറ്റി ഓർത്തപ്പോഴും നമ്മുടെ പട്ടം പറത്തിയത് കാര്യങ്ങൾ, പട്ടം എന്ത് രസമായിട്ടാണ് കുട്ടികളെ പറത്തിയത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അന്യമായിട്ട് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, പലയിടത്തും യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗാസയിലൊക്കെ നമ്മൾ കണ്ടതാണ് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയത്. നമ്മുടെ പട്ടം മുകളിലോട്ട് നോക്കി പട്ടം പുറത്തുമ്പോൾ നക്ഷത്രങ്ങളെ കാണുമ്പോൾ തുമ്പിയെ കാണുമ്പോഴൊക്കെ അവർ കാണുന്നത് ഇനി മിസൈൽ വരുന്നുണ്ടോ, അതോ ആഹാരമാണോ അവർക്ക് കിട്ടാൻ, പൊതിച്ചോറുകളാണോ ഈ വരുന്നത് എന്നാണ് അവർ കാത്തിരുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്, കേരളം എത്ര സമൃദ്ധിയുള്ളതാണ്. ഇവിടെ കേരളത്തിനെ പറ്റി പാടി ഭൂമിയുടെ ഗീതം. കേരളം എന്ന് പറഞ്ഞപ്പോൾ കേരള അല്ല കേരളം. അല്ല, എന്താ പറയുന്നത്, അളവും